ഹലോ ഗായ്സ്, അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് എല്ലാം ഇങ്ങനെ ലേറ്റായാണ് ഇടുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ ഇരിട്ടി വഴി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലുമ്മക്കായെല്ലാമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഹർ നിസ്കരിച്ച് നല്ല അടിപൊളി പള്ളി ഇട്ടത്. പിന്നെ ഇത് എവിടെയാണ്, ഇരിട്ടി കഴിഞ്ഞിട്ടിറങ്ങാനെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ എന്നിട്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇരിട്ടി എത്തിയപ്പോൾ നമുക്കൊരു ആഗ്രഹം ബാവലി വഴി പോവാന്നുള്ള രീതിയിൽ. നമ്മളധികം അങ്ങനെ പോവാറില്ല, കാരണം ഒരുപാട് ആപ്പിംഗ് റോഡുള്ള വഴിയാണല്ലോ അത്. അപ്പോൾ എനിക്കിഷ്ടമല്ല. ഞാനും അഫും ഛർദ്ദിക്കും. അഫു കുറവാണ്, ഞാൻ എന്തായാലും ഛർദ്ദിക്കും. അതുപോലെ തന്നെ ഛർദ്ദിക്കുകയും ചെയ്തു. മൂപ്പര് ഇരുന്നിട്ട് കളിയാക്കുക നമ്മളെ ഛർദ്ദിക്കും. എന്താലേ മോനെ, ഇവർക്ക് തന്നെ പണി നിർത്തി ഛർദിക്കല്ലേ. ഒന്നാമത് എന്താണ്, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിന്. പിന്നെ എനിക്ക് ഉറക്ക് ശരിയായില്ലെങ്കിലും ഫുഡ് ശരിയായിട്ടില്ലെങ്കിലും എന്തായാലും വോമിറ്റിംഗ് ഉണ്ട്. സ്ട്രൈറ്റ് റോഡ് എങ്ങനെയും കുഴപ്പമില്ല, പക്ഷേ ഈ എയർപിൻ റോഡ് എനിക്ക് പറ്റാറിയില്ല. പിന്നെ കൊട്ടിയൂർ അമ്പലമാട്ടോ ഇപ്പോൾ അത് കണ്ടത്, കേട്ടിട്ടില്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ എയർപിൻ റോഡ് കയറി എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഇവിടെ കയറുമ്പോഴത്തേക്കും ഒന്നുമില്ല. ചോറിൻ്റെ സമയമെല്ലാം കഴിഞ്ഞിന്. പിന്നെ നമ്മൾ ഇതവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിട്ട് അവിടെ നിർത്തി. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നല്ല ഭംഗിയുണ്ട്. താഴെ ഒരു പ്രത്യേക ഒരു പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ സംഭവമാണ് നമ്മള് നല്ല രസമുണ്ട്. താഴേക്ക് നല്ല വെള്ളച്ചാട്ടലുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. അത് നമ്മൾ സൂല് വരെ പോയിട്ട് അങ്ങനത്തെ ഒരു മങ്കിനെ കണ്ടില്ല, ഒരു വെറൈറ്റി സാധനം. അത് നല്ല ഭംഗിയുണ്ട്. ഞാൻ അങ്ങ് ദൂരെ ഞാൻ മാക്സിമം സൂം ചെയ്യാൻ നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ചുരം കയറി പാട് ആ ടേണിങ്ങിൽ ഇതാ വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് നല്ലൊരു ചേച്ചിയുടെ നല്ല സ്വഭാവമായിട്ട ചേച്ചിക്ക് നമുക്ക് പോകുമ്പോൾ ചെടിയെല്ലാം തന്നേന്. നല്ലതായി ചേച്ചി, നല്ല സ്വഭാവം, നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കഴിച്ചതാ നീതു മെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. പിന്നെ ആ ഫോന് ഈ തേയിലത്തോട്ടത്തിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഓന് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ ഒരാഗ്രഹം പറഞ്ഞിട്ട് ഉപ്പാവും മോനും കൂടി പോയതാ. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ടയേർഡായിന്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്നെല്ലാം വരുമ്പോൾ ഒരു മൂഡ് ഓഫ് ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ മൊത്തത്തിലായിട്ട് പിന്നെ ബാവലി ചെക്ക് പോസ്റ്റിലെത്തി. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ആദിവാസി പിള്ളേരിൽ നിന്ന് നല്ല കാന്താരി മുളകെല്ലാം ഇങ്ങനെ കെട്ടായിട്ട് തന്നിട്ട് അതെല്ലാം വാങ്ങി. പിന്നെ ഞാൻ മൊത്തത്തിൽ ടയേർഡായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. മോനും ടയേർഡായിരുന്നു. അപ്പോൾ നമ്മളിതാ ഈ ഫോറസ്റ്റിലേ പോയി എന്നല്ലാണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഭയങ്കര എന്തെങ്കിലുമല്ലോ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അപ്പുറം വഴി ഇനി ഞാൻ പോകുമ്പോൾ ഇല്ലാത്താണോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത്. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് അടക്കുന്നതിന് മുന്നേ വേഗം പോയി. ഞാൻ ലാസ്റ്റ് വരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.